ഇന്റർനാഷണൽ വിദ്യാർത്ഥികൾക്കിടയിൽ എപ്പോഴും എവർഗ്രീൻ ആയിട്ട് നിൽക്കുന്ന രാജ്യമാണ് UK എന്ന് പറയുന്നത്. ഈ രാജ്യം ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് ഓഫർ ചെയ്യുന്ന ധാരാളം ബെനിഫിറ്റ്സ് തന്നെയാണ് അതിനുള്ള ഒരു മേജർ റീസൺ. അപ്പോൾ ഈ ഒരു വർഷം 2025 അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് UKയുടെ കീ ഹയറിംഗ് സെക്ടേഴ്സ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഒരു സെക്ടേഴ്സ് ഇത്രമാത്രം ഡിമാൻഡിൽ വന്നത്, അതിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള കോഴ്സ് ഓപ്ഷൻസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അവർ ഏൺ ചെയ്യാൻ സാധ്യതയുള്ള സാലറി എത്രമാത്രമാണ്, ഇതിനെക്കുറിച്ചെല്ലാം നമുക്ക് കൂടുതലായിട്ട് അറിയാം. സോ ആദ്യം നമുക്ക് ചോദിച്ചറിയാനുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് മേഖല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 2025 ഒരു കീ ഹയറിംഗ് സെക്ടറാണ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. സോ എഞ്ചിനീയറിംഗിൽ തന്നെ പല സെക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഏതൊക്കെ സെക്ടേഴ്സാണ് ഏറ്റവും ഹ്യൂജ് ഡിമാൻഡിൽ ഇപ്പോൾ UK ഹയർ ചെയ്യാനായിട്ട് നോക്കുന്നത്? ഇപ്പോൾ നമ്മൾ എഞ്ചിനീയറിംഗിൽ പറയുമ്പോഴത്തേക്കും നമുക്ക് ഒന്നോ രണ്ടോ സ്ട്രീമിൽ നമുക്ക് ഒതുക്കാൻ പറ്റില്ല, അറിയാലോ. ഒരുപാട് ടൈപ്പ് ഓഫ് എഞ്ചിനീയറിംഗ് പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ അതിൽ തന്നെ UK എന്ന് പറയുന്ന കൺട്രി ഈ കണ്ട എഞ്ചിനീയറിംഗിൻ്റെ എല്ലാ സാധ്യതകളും കണ്ടിട്ട് അല്ലെങ്കിൽ അത് എടുത്തിട്ട് ലോകത്തെ വിസ്മയിപ്പിച്ച് നിൽക്കുന്ന ഒരു രാജ്യം തന്നെയാണ് UK എന്ന് പറയുന്നത്. അപ്പം UKയിൽ ഏത് എഞ്ചിനീയറിംഗ് സെക്ടറാണ്, ഏത് പഠിച്ചാലാണ് കുട്ടികൾക്ക് ഇത്രയും ബെനിഫിറ്റ്സ് എന്നുള്ള ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ അവരുടെ ഡിമാൻഡ് മനസ്സിലാക്കണം. ഇതിൽ ഹൈ ഇൻ ഡിമാൻഡ് വരുന്നത് സിവിൽ എഞ്ചിനീയേഴ്സിനാണ്. അപ്പോൾ സിവിൽ എഞ്ചിനീയേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്, ട്രാൻസ്പോർട്ടേഷൻ, റോഡ് ട്രാൻസ്പോർട്ടേഷൻ, പിന്നെ ക്വാണ്ടിറ്റേറ്റീവ് സർവേയിങ്, അങ്ങനെ നിരവധി പ്രോഗ്രാം വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയും ഡിമാൻഡ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിരവധി കൺസ്ട്രക്ഷൻസ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. റോഡ് ആയിക്കോട്ടെ, റെയിൽവേസ് ആയിക്കോട്ടെ, ബിൽഡിങ്സ് ആയിക്കോട്ടെ, നിരവധി കൺസ്ട്രക്ഷൻസ് വർക്കുകൾ അവർ നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് സിവിൽ എഞ്ചിനീയേഴ്സിനെ നല്ലപോലെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇനി രണ്ടാമതൊരു സെക്ടർ എന്ന് പറയുന്നത് അത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മുടെ റിന്യൂവബിൾ എനർജി എഞ്ചിനീയറിംഗ് ഫീൽഡിലുള്ള എഞ്ചിനീയേഴ്സ് അവർ ഇത്രയും ബൂമിംഗ് ആയിട്ട് വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ 2050 അവർക്കൊരു പ്ലാൻ ഉണ്ട്. ദ നെറ്റ് സീറോ കാർബൺ ബൈ 2050 എന്ന് പറഞ്ഞിട്ടൊരു പ്ലാൻ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ സമയം കൊണ്ട് അവർക്ക് കംപ്ലീറ്റ്ലി എൻവയോൺമെൻറ്റ് അത്രയും എന്താ പറയുന്നത്, പൊല്യൂഷൻ ഫ്രീ ആയിട്ട് അവർക്ക് കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് അവരുടെ കൺസ്ട്രക്ഷൻസിൽ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ അവർ മാറ്റങ്ങൾ വരുത്താണ്. അപ്പം ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം മാറ്റി അത് എക്കണോമിക് ഫ്രണ്ട് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ വിൻഡ് മിൽസ്, സോളാർ സിസ്റ്റംസ്, സ്മാർട്ട് ഗ്രിഡ് സിസ്റ്റംസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ കൂടുതലായിട്ട് കൊണ്ടുവരുവാണ്. അപ്പം ആ ഒരു മേഖലകളിലേക്കുള്ള എഞ്ചിനീയേഴ്സിനെ വളരെയധികം ആവശ്യമാണ്. ഈ പറഞ്ഞ പോലെ എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ്, മാനേജ്മെൻറ്റ്, റിന്യൂവബിൾ എനർജി എഞ്ചിനീയറിംഗ്, അങ്ങനെയുള്ള എഞ്ചിനീയേഴ്സിന് നല്ല ഡിമാൻഡ് വരുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഒക്കുപേഷണൽ ലിസ്റ്റിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ദിസ് ടൈപ്പ് ഓഫ് എഞ്ചിനീയേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഹൈ ഇൻ ഡിമാൻഡാണ്. നമ്മൾ ആദ്യം സംസാരിച്ച സിവിൽ എഞ്ചിനീയേഴ്സ്, ഈ റിന്യൂവബിൾ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമതൊരു സെക്ടറിൽ അല്ലെങ്കിൽ പിന്നെ ഡിമാൻഡ് സെക്ടറിലേക്ക് വരുന്ന എഞ്ചിനീയേഴ്സാണ് ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, പിന്നെ നമ്മൾ പറയുന്ന പെട്രോളിയം എഞ്ചിനീയറിംഗ്, കെമിക്കൽ എഞ്ചിനീയറിംഗ്, എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ വരുന്നത്. അപ്പോൾ ഇവരൊരു ഏകദേശം എത്ര സാലറി എടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 35,000 pounds to 80, 85, 90 pounds വരെ ഇവർക്കൊരു ആവറേജ് ആനുവൽ സാലറി എടുക്കുന്നുണ്ടെന്നുള്ളതാണ്. പിന്നെ ഡിമാൻഡ് വരുന്നതിലുള്ള മറ്റൊരു ഫാക്ടേഴ്സ് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും ഇവരുടെ നിലവിലുള്ള എഞ്ചിനീയേഴ്സ് റിട്ടയർമെൻറ്റിലേക്ക് വരുമ്പോഴത്തേക്കും ഫില്ല് ചെയ്യാനായിട്ടുള്ള എഞ്ചിനീയേഴ്സ് ഇല്ല. അതായത് ന്യൂ എഞ്ചിനീയേഴ്സ് അവർക്ക് വരുന്നില്ല. സോ അവർ ഔട്ട്സോഴ്സ് ചെയ്യുന്നു. അങ്ങനെ ഒരു കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ രണ്ടാമത് പറഞ്ഞിട്ടുള്ള എൻവയോൺമെൻറ്റിനെ ഇത്രത്തോളം ശ്രദ്ധിക്കുന്നതുകൊണ്ടിട്ട് റിന്യൂവബിൾ സെക്ടറിൽ നിന്ന് വരുന്ന എഞ്ചിനീയേഴ്സിന് നല്ല ഡിമാൻഡ് വരുന്നുണ്ട്. പിന്നെ ഇതുപോലെ ടെക്നോളജി, സ്മാർട്ട് സിസ്റ്റത്തിൻ്റെ, ഇലക്ട്രോണിക്കൽ ഫീൽഡിലേക്കുള്ള ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ഇത്ര വരുമ്പോഴത്തേക്കും ഈ പറഞ്ഞതുപോലെ മെക്കാനിക്കൽ, റോബോട്ടിക്സ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നു. ഇനി വരുന്ന ഒരു സെക്ടർ എന്നും കൂടെ പറയുന്നത് കെമിക്കൽ എഞ്ചിനീയറിംഗിൽ വളരെ ഡിമാൻഡിലേക്ക് വരുന്ന ഒരു സെക്ടറാണ് ഫാർമസി, ഫാർമക്കോളജി, മെഡിസിൻ ഇൻഡസ്ട്രി. സോ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും എല്ലാ എഞ്ചിനീയേഴ്സിനും ഡിമാൻഡുണ്ട്. ബട്ട് ഈ ഒരു ഫ്യൂ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നു, ഒരുപാട് ആൾക്കാരുടെ റിക്വയർമെൻറ്റ് ആവശ്യമാണ്. സോ നമ്മുടെ സ്റ്റുഡൻസ് ഏത് എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് നമ്മൾ നോക്കണം എന്ന് പറയുമ്പോഴത്തേക്കും ബാച്ചിലേഴ്സിന് ഇത് പറഞ്ഞ പോലെ മെയിൻ സ്ട്രീംസ് എല്ലാം വരുന്നുണ്ട്. സിവിൽ തന്നെ സിവിൽ എഞ്ചിനീയറിംഗ്, സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ്, അങ്ങനെ മെക്കാനിക്കൽ എല്ലാം മെയിൻ ബ്രാഞ്ചസിൽ കിട്ടുന്നുണ്ട്. ഇനി ഓൾറെഡി എഞ്ചിനീയേഴ്സ് ആയിട്ടുള്ള സ്റ്റുഡൻസ് അവരെ സംബന്ധിച്ച് നമ്മൾ എപ്പോഴും പറയുന്ന സ്പെഷ്യലൈസേഷനിലേക്ക് മൂവ് ചെയ്യാനായിട്ട്. ഇപ്പോൾ സിവിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ സബ് ബ്രാഞ്ചസ് അവൈലബിൾ ആണ്. സ്ട്രക്ചറലായിക്കോട്ടെ, ക്വാണ്ടിറ്റേറ്റീവ് ആയിക്കോട്ടെ, അങ്ങനെ കൺസ്ട്രക്ഷൻ, പ്രോജക്ട് മാനേജ്മെൻറ്റ്, അങ്ങനെ അവരുടെ എക്സ്പീരിയൻസിനൊത്ത വിധത്തിൽ അല്ലെങ്കിൽ പഠിച്ചതിൻ്റെ ബേസിൽ മുന്നോട്ട് പോകാം. ഇതേപോലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും അടുത്ത ബ്രാഞ്ചിലേക്ക് പോവുക, മാനുഫാക്ചറിങ്, റോബോട്ടിക്സിനൊക്കെ നല്ല സ്കോപ്പ് വരുന്ന കാലഘട്ടങ്ങളാണ്. അതുപോലെ തന്നെ റിന്യൂവബിൾ എഞ്ചിനീയറിംഗ് പഠിച്ചവർക്ക് കൺസർവേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വാട്ടർ പൊല്യൂഷൻ മാനേജ്മെൻറ്റ്, അങ്ങനെ പിന്നെ ഇതുപോലെ തന്നെ സോളാർ പവർ, എല്ലാത്തിനും സെപ്പറേറ്റ് ബ്രാഞ്ചസ് ഉണ്ട്. അപ്പോൾ
ഏത് ഫീൽഡിലേക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും UK പോലൊരു കൺട്രിയിൽ പ്രോഗ്രാംസ് അവൈലബിൾ ആണ്. വേൾഡിലെ ഫിനാൻഷ്യൽ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നത് ലണ്ടനാണ്. സോ എന്തുമാത്രമാണ് UK ഫിനാൻസ്, ബിസിനസ്, അക്കൗണ്ടിങ് മേഖലകളിൽ മുന്നോട്ട് വയ്ക്കുന്ന സാധ്യതകൾ, അല്ലെങ്കിൽ എന്തുമാത്രം ഹയറിംഗ് ഈ മേഖലയിൽ നടക്കുന്നുണ്ട്, എന്തുമാത്രം കോഴ്സ് ഓപ്ഷൻസും എന്തുമാത്രം സാലറിയാണ് നമുക്ക് ഈ ഒരു മേഖലയിൽ, ഫിനാൻസ്, ബിസിനസ്, അക്കൗണ്ടിങ് മേഖലയിൽ UK ഇപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത്? അങ്ങനെ തന്നെയാണ്. നമ്മുടെ UKയുടെ എക്കണോമിയിൽ ഏറ്റവും വലിയ കോൺട്രിബ്യൂട്ടേഴ്സ് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് സെക്ടറിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. കാരണം അവരുടെ സ്റ്റഡീസ് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ അറിയാം, ഏതാണ്ട് £250 ബില്യൺ കോൺട്രിബ്യൂഷൻ ആനുവലി കിട്ടുന്നത് എക്കണോമിക് ഫൈനാൻസ് സെക്ഷനിൽ തന്നെയാണ്. പിന്നെ അവരുടെ ഏറ്റവും വലിയൊരു എംപ്ലോയ്മെൻറ്റ് നടക്കുന്നത് ഏതാണ്ട് 2.3 മില്യൺ പീപ്പിൾസ് വർക്ക് ചെയ്യുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് സെഷനിലാണ്. അതുപോലെ GDPയുടെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ 12% കോൺട്രിബ്യൂഷൻ അവർക്ക് കിട്ടുന്നത് ഫിനാൻഷ്യൽ എക്കണോമിക്സ് അക്കൗണ്ടിങ് ഈ സെഷനിൽ നിന്നാണ് അവർക്ക് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇതിലെ ഏറ്റവും നമ്മുടെ കാര്യം നമ്മൾ ചിന്തിക്കുമ്പം ഏത് സെക്ടറിലേക്ക്, ഈ ഒരു ഫീൽഡിലെ ഏത് സെക്ടറിലേക്ക് കുട്ടികൾ മൂവ് ചെയ്യുമ്പോഴാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ സാലറി, ജോലി സാധ്യത കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്കൗണ്ടിങ്, ഫൈനാൻസ്, ബിസിനസ് അനലിറ്റിക്സ്, മാർക്കറ്റിംഗ്, പിന്നെ ട്രേഡ്, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് മൂവ് ചെയ്യുമ്പോഴായിരിക്കും ഏറ്റവും കൂടുതൽ ജോലി സാധ്യതകൾ മുന്നോട്ട് എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ജോലിയിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാനും അതിനൊത്ത വിധത്തിലുള്ള സാലറി കിട്ടാനും കൂടി ചാൻസ് കൂടുതൽ വരുന്നത്. ഇനി ഈ ഒരു സെക്ടർ എന്തുകൊണ്ടാണ് ഇത്രയും വലിയ ഡിമാൻഡ് എന്ന് പറയുന്നത്, അലീന പറഞ്ഞതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഹബ്ബാണ്. അപ്പം മേജർ ബാങ്ക്സ്, ഇൻവെസ്റ്റ്മെൻറ്റ്, സ്റ്റാർട്ടപ്പ് ഓപ്പറേഷൻസ്, അങ്ങനെയുള്ള ട്രേഡ് കാര്യങ്ങളെല്ലാം നടക്കുന്നത് ആ ഒരു ലണ്ടൻ ഏരിയ എന്നായതുകൊണ്ട് തന്നെ നിരവധി ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ഇനി ഇത് കൂടാതെ ഒരു കാര്യം പറയുമ്പോഴത്തേക്ക് സ്ട്രോങ് എക്കണോമിയാണ്. സ്ട്രോങ് എക്കണോമി, ട്രേഡ് കാര്യങ്ങൾ വരുന്നത് അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഗ്ലോബൽ ട്രേഡ്, പിന്നെ ഈ ബ്രെക്സിറ്റ് വന്നതിന് ശേഷം ഇവർക്ക് എക്സ്പേർട്സിനെ ആവശ്യമാണ്, റെഗുലേഷൻസ് അറിയുന്ന എക്സ്പേർട്സിനെ ആവശ്യമാണ്, ക്രോസ് ബോർഡർ ഓപ്പറേഷൻസ് ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റാഫ്സ് അവർക്ക് ആവശ്യമാണ്. അങ്ങനെ പോകുന്നു. മൂന്നാമതായിട്ട് ഇപ്പം അടുത്തൊരു സെക്ഷൻ പറയുമ്പോഴത്തേക്കും ഗ്ലോബൽ ബാങ്കിങ്, ഫിൻടെക്, ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വരുമ്പോഴത്തേക്കും ഒരു ടെക്നിക്കൽ ആപ്ലിക്കേഷൻ വരാണ് ഫൈനാൻസിലേക്ക്, ആപ്ലിക്കേഷൻ ഓഫ് ടെക്നോളജി ഇൻ ടു ഫൈനാൻസ്. അപ്പം ആ ഒരു രീതിയിൽ പഠിച്ചു വരുന്ന പിള്ളേർക്ക് വീണ്ടും അവസരങ്ങളും ആവശ്യങ്ങളും ആ ആപ്ലിക്കേഷൻ ഓഫ് ടെക്നോളജിയുടെ ഒരു ആപ്ലിക്കേഷൻ ഒരു ഫിനാൻഷ്യൽ സെക്ടറിൽ വരുന്നുണ്ട്, കാര്യങ്ങൾ അത്രത്തോളം ഈസി ആക്കുന്നത്. അപ്പം നിരവധി ഓപ്പർച്യൂണിറ്റീസാണ് നമുക്ക് ഈ ഒരു മേഖലയിൽ പറയാനായിട്ടുള്ളത്. ഇനി ഇവർ എത്രത്തോളം സാലറി വാങ്ങിക്കുന്നു എന്ന് ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും ഈ പറഞ്ഞതുപോലെ £25,000 ടു എക്സ്പീരിയൻസിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന കമ്പനിയുടെ അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾക്കനുസരിച്ചിട്ട് £85,000-90,000 വരെ നമുക്ക് പെർ ആനം ഇൻകം കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്. ഇനി നമ്മുടെ കുട്ടികൾ എന്ത് പഠിച്ചാലായിരിക്കും എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ ആദ്യമേ തന്നെ സൂചിപ്പിച്ചു, ഓഡിറ്റിംഗ് ആണ് ഒരു പ്രധാനപ്പെട്ട ഒരു മേഖല എന്ന് പറയുന്നുണ്ടായി. അക്കൗണ്ടിങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഓഡിറ്റിംഗ് മേഖലകൾ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെക്ടർ. അപ്പോൾ അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ്, ബാച്ചിലേഴ്സ് ആണെങ്കിലും മാസ്റ്റേഴ്സ് ആണെങ്കിലും അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ് ചൂസ് ചെയ്യുമ്പോൾ അക്രഡിറ്റേഷൻസ് ഉള്ള പ്രോഗ്രാംസ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം UKയുടെ ഓഡിറ്റർ വിങ് എന്ന് പറയുമ്പം അസോസിയേഷൻ ഓഫ് സർട്ടിഫൈഡ് ചാർട്ടേഡ് അക്കൗണ്ടൻസ്, അപ്പം ACC അക്രഡിറ്റഡ്, സിമ അക്രഡിറ്റഡ് അക്കൗണ്ടിങ് പ്രോഗ്രാംസ് ചൂസ് ചെയ്യുക. പിന്നെ വരുമ്പോഴത്തേക്കും നമുക്ക് ബാങ്കിങ്ങിൽ, ഇൻവെസ്റ്റ്മെൻറ്റിൽ ബാച്ചിലേഴ്സും മാസ്റ്റേഴ്സ് പ്രോഗ്രാംസും അവൈലബിൾ ആണ്. ഗ്ലോബൽ ട്രേഡ്, ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, ബിസിനസ് അനാലിറ്റിക്സ് സെപ്പറേറ്റ് ആയിട്ട്, പിന്നെ MBA ഓൺട്രപ്രണേഴ്സ് ആയിട്ട് വരാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് MBA പ്രോഗ്രാംസ്, MBA തന്നെ സ്പെഷ്യലൈസേഷനോട് കൂടിയിട്ടുള്ള നിരവധി പ്രോഗ്രാംസ്. എന്താണോ നമ്മുടെ ഒരു ഇൻട്രസ്റ്റ്, ആ ഇൻട്രസ്റ്റിനെ ബേസിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ള നിരവധി പ്രോഗ്രാംസ് UK യൂണിവേഴ്സിറ്റീസ് ഓഫർ ചെയ്യുന്നുണ്ട്.